പച്ചമാങ്ങ ധാരാളം കിട്ടുന്ന ഈ ഒരു സമയത്ത് നമുക്ക് പച്ചമാങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കിയെടുക്കാം. ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ കറിയുടെ റെസിപ്പിയാണ്. അധികം പുളിയില്ലാത്ത മാങ്ങ വേണം, നോക്കിയിട്ട് വേണം കേട്ടോ ഇതെടുക്കാനായിട്ട്. പുളിയുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഒരു നല്ലതുപോലെ പുളി ആയിക്കഴിഞ്ഞാൽ അത് ഒരു ടേസ്റ്റ് വരത്തില്ല. അതുകൊണ്ട് അധികം പുളിയില്ലാത്ത മാങ്ങ നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതിന് ഏറ്റവും ബെറ്റർ മൺചട്ടിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നല്ല നാടൻ വെളിച്ചെണ്ണ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിലേക്ക് ചെറിയ ഉള്ളി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഉള്ളി ഇത്തിരി വലിപ്പം കൂടിയതായതുകൊണ്ട് ഞാൻ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ 4 പച്ചമുളക് നടുകെ കീറിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിവിടെ മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 2 മാങ്ങയാണ് കേട്ടോ. വലിയ മാങ്ങയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയേ. അതും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് അതൊന്ന് വാടി വരൂലേ, അതിന് ആ ഒരു നേരത്ത് നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇച്ചിരി വെള്ളം അതൊന്ന് വെന്ത് വരാനായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കുക. ഈ ഒരു ടൈമിൽ കുറച്ച് ഉപ്പും കൂടെ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, നമുക്ക് മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ ഒന്ന് പിടിക്കാനായിട്ടുള്ള ഉപ്പ്, കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വെന്ത് വരുന്നത് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട്. ഉപ്പ് കറക്റ്റ് ഇതിന് വേണ്ടിയിട്ടുള്ള മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് ആവശ്യമാണെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ മാങ്ങയൊക്കെ ഒന്ന് വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കുക. അതിലേക്ക് ഒരു തേങ്ങ ചിരവിയത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, കറിവേപ്പില, ഒരു 2 പീസ് ഉള്ളി, 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഞാനത് എടുക്കുന്ന സമയത്ത് ക്യാമറ ഓൺ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അരച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മാങ്ങയുടെ ആ കൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒരു കട്ടിയുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. നമ്മൾ ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കേണ്ട ഒരു പാകത്തിന് കുറച്ച് കട്ടിയുള്ള സൈസുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മിക്സിയുടെ ജാറിലേക്ക് ഇച്ചിരിയും കൂടെ വെള്ളമൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് തിളച്ച് പൊട്ടി വരുമ്പം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഓഫ് ചെയ്യാനായിട്ട്. തിളച്ചിങ്ങനെ മറിയരുത്, തിളച്ചിങ്ങനെ കുതിച്ച് വരൂലേ, അങ്ങനെ വരരുത്. ഒന്നും ഇങ്ങനെ ഈ തിളച്ചിങ്ങനെ പൊട്ടി വരില്ല, ആ ഒരു ടൈമിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും ഒന്ന് പൊട്ടി വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. തിളച്ച് പൊന്തി വരാനായിട്ട് സമ്മതിക്കരുത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക കേട്ടോ. ഇനി നമുക്കിതിനൊന്ന് താളിച്ചൊഴിക്കണം. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുകിനൊപ്പം തന്നെ നമുക്ക് കറിവേപ്പില, വറ്റൽമുളക്, ചെറിയ ഉള്ളി അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു നേരിയൊരു ബ്രൗൺ കളറാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പറാണ് കേട്ടോ. അധികം പുളിയില്ലാത്ത മാങ്ങ വേണം നിങ്ങൾ നോക്കിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും പ്ലീസ് ചാനൽ സപ്പോർട്ട് ചെയ്തിട്ട് കാണുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.